അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്നലെ വൈകിട്ടുണ്ടല്ലോ ബീച്ചിൽ വന്നതാണ്. രാവിലെ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഫ്രഷൊക്കെ ആയിട്ട് ഒന്ന് ബീച്ചിൽ വന്നതാണ്. സൺസെറ്റ് ആകാറായി. അപ്പോഴാണ് ഒരു സംഭവം കണ്ടോ കടലിൽ കൂടി ഇങ്ങനെ ഒരു സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ ആദ്യം ഡോൾഫിനാണെന്ന്, പിന്നെ നോക്കിയപ്പോൾ ഡോൾഫിൻ അല്ലായിരുന്നു, കടൽപ്പന്നിയാണ്. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞു തന്നിട്ട് അത് കടൽപ്പന്നിയാണ്, അത് കരയ്ക്ക് വരത്തില്ല, അത് അങ്ങനെ തന്നെ പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവസാനം 2 മീൻ മാത്രമാണ് കേട്ടോ ആ ചേട്ടന് കിട്ടിയത്. പിന്നെ ഞാൻ തിരയൊക്കെ കൊണ്ടതിന് ശേഷം ഉണ്ടല്ലോ സൺസെറ്റ് കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞാനൊരു ഫ്രണ്ടും കൂടെയാണ് വന്നത്. അങ്ങനെ സൺസെറ്റ് ആകാറായി. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വന്നല്ലേ ഒരു റീലെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ റീലൊക്കെ എടുത്ത്. അപ്പോൾ ആർക്കൊണ്ടോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാം, ഒരുങ്ങിയിരിക്കണം, ഞങ്ങൾക്ക് ഗാനമേള കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ആർക്കൊണ്ടെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അവനെ കൊണ്ടുവന്നാൽ ശരിയാകത്തില്ല, കാരണം അവനുണ്ടല്ലോ മൊത്തവും ഇന്ന് ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ചുമ മാറി വരുന്നേ ഉള്ളൂ. അപ്പം കടൽ കണ്ടാൽ പിന്നെ പ്രാന്ത് പിടിക്കുമല്ലോ, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിലോട്ട് വന്നു കേട്ടോ. ഞാൻ പോയി കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു. ആർക്കൊണ്ട് മസാല കപ്പലണ്ടി വാങ്ങിച്ചേ. അപ്പോൾ ആർക്കുണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനത്തെ ഗാനമേളൊക്കെ തുടങ്ങി. ഞാൻ എത്തിയപ്പോഴത്തേക്കും 8:30 9 മണിയൊക്കെ ആയി. വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു, കാരണം ഭയങ്കര തിരക്കായിരുന്നേ. അവിടെ ചെന്നപ്പോൾ അടിപൊളി പാട്ടൊക്കെ അവിടെ പാടുന്നുണ്ട് ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ 2 പേരും കാലിൽ ഒരേ കളർ ചെരുപ്പ് കണ്ടിട്ട് ഞാൻ ചുമ്മാ അടുത്താണ്. അപ്പോൾ ഇവരുടെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ആരുക്കൂട്ടം ചോദിക്കുകയാണ് ഇതെന്താ അമ്മ അവരുടെ ഫോട്ടോയൊക്കെ വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചേട്ടാ. ഞാൻ പറഞ്ഞു എടാ ഇവരെ പോലീസ് കൊണ്ടുവച്ച പോസ്റ്ററാണ്, ഇവരെ സൂക്ഷിക്കുക, ഇവർ മാലയൊക്കെ കട്ടുകൊണ്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ ആർക്കൊണ്ട് പറഞ്ഞു അമ്മ എന്നെ പിടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കൊണ്ട് പേടിയായി കേട്ടോ. എന്നിട്ട് ആർക്കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഗാനമേളയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ രാത്രി 10 മണി വരെയൊക്കെ അല്ലേ ഉള്ളൂ ഗാനമേള. അങ്ങനെ ആ ചേട്ടൻ്റെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കെന്തോ പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ അവിടുത്തെ സൗണ്ട് സിസ്റ്റം ശരിയല്ലായിരുന്നു എന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ആരുക്കുട്ടനാണെങ്കിൽ ആരുകൊണ്ട് ഫേവറേറ്റ് പാട്ട് വന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടാട്ടത്തിലെ പാട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഗാനമേള 3/4 ഭാഗം എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. തിരക്ക് കൂടി വരുവാണ്. ഒരു കൂട്ടനാണെങ്കിൽ ഞാനിപ്പോൾ ഒരു അമ്മൂമ്മയുടെ ഒരു മുത്തശ്ശിയുടെ വീഡിയോ കാണിച്ചു കൊടുത്തു കേട്ടോ. 16ൻ്റെ ടേബിൾ പറയുന്ന ആ മുത്തശ്ശി. ഈ ചെറുക്കന് 7ൻ്റെ ടേബിൾ അറിയാമോ നോക്കട്ടെ. 7ൻ്റെ ടേബിൾ പറയടാ. കള്ളക്കളി, ഇത് കള്ളക്കളിയാണേ. വേണ്ട പോ